ആമേൻ. നമ്മളെപ്പോഴും ദൈവസന്നിധി ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മുടെ പേര് ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാതിരിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നാമധേയമായിട്ടൊക്കെ നമ്മൾ കർത്താവിനെ അനുഗമിച്ചാൽ നമ്മെ അവൻ ജീവിതത്തിൽ മാറ്റാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ദൈവസന്നിധിയിലുള്ള മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാലം ഇന്ന് ആമേൻ ഇന്നത്തെ പ്രകൃതി ആമേൻ വളരെ മഴയുടെയും ആമേൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുടെയും നടുവിലാണ് ആമേൻ സാഹചര്യമൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിൻ്റെ നടുവിലാണ് നമ്മളൊക്കെ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാനായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ കുറിച്ച് പറഞ്ഞാൽ ആമേൻ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവമക്കളെ കുറിച്ച് വിവരിച്ചു പറഞ്ഞാൽ ദൈവമക്കൾ സകലത്തിലും ജയമെടുത്ത മക്കളാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും ആമേൻ മുൻപോട്ട് അതിനെ അതിജീവിച്ച് മുൻപോട്ട് കടന്നു വരുന്നവരാണ് ദൈവമക്കൾ. ആമേൻ. പ്രതിസന്ധികളെ നോക്കിയാൽ, പ്രതികൂലങ്ങളെ നോക്കിയാൽ, സാഹചര്യങ്ങളെ നോക്കിയാൽ നമുക്ക് മുൻപോട്ട് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇസ്രായേൽ മക്കളെ ലോക ഇസ്രായേലിനെ നോക്കിയാൽ അവരുടെ മുമ്പിൽ ഒട്ടനവധി പ്രശ്നങ്ങളാണ്. ഇന്ന് അവർ വലിയ യുദ്ധമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും യുദ്ധത്തിലൂടെ ആമേൻ അവർക്കൊരു മുൻപോട്ടൊരു യാത്രയുണ്ട്. ആമേൻ. അത് ശത്രുവിൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയല്ല, ഹല്ലേലൂയ, വിജയം തന്നെ. ആമേൻ. അതിൻ്റെ വിജയത്തിനായി നമ്മളെ വിജയം നൽകുവാൻ നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. അത് വിജയത്തിനായി തന്നെ നമ്മൾ ഓടണമെന്ന് ആമേൻ ഓരോരുത്തരും ഹൃദയംഗമായി വിശ്വസിച്ചുകൊണ്ടാകുന്നു എല്ലാവരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധമോ ഭാരമോ വേദനയോ ദുഃഖമോ എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ രോഗങ്ങൾ ഉണ്ടായാലും, നമ്മൾ ഈ ലോകത്തെ നമ്മൾ ജയിക്കണമെന്ന്, ഈ ലോകത്തെ അതിജീവിക്കണമെന്ന് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലത്തിൽ മഴയോ ബുദ്ധിമുട്ടുകളോ ഒന്നും നോക്കാതെ ദൈവസന്നിധിയിൽ ആമേൻ സന്തോഷത്തോടെ കടന്നു വന്ന മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആമേൻ കർത്താവായ യേശുവിൻ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ആമേൻ. അബ്രഹാമിൻ്റെ അനുഗ്രഹം, ഇസഹാക്കിൻ്റെ അനുഗ്രഹം, യാക്കോബിൻ്റെ അനുഗ്രഹം, അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ സഭയിലെ സഭായോഗത്തിന് ആയിട്ട് നമ്മുടെ പ്രിയമകൻ ആശേർ കൂടെ കടന്നു വന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കുറച്ചുകൂടെ ഉണർവോടുകൂടെ നമുക്ക് ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ പാടി ആരാധിക്കാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം നൽകി. അവൻ നമ്മുടെ സഭയിൽ ആമേൻ ഇപ്രകാരമുള്ള യോദ്ധാക്കൾ ദൈവസന്നിധിയിൽ ദൈവവേല ചെയ്യുന്ന പാടി ആരാധിക്കുവാനും മറ്റ് ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനുമുള്ള യോദ്ധാക്കൾ ആവശ്യമാണ്. അതിനുള്ള ശുശ്രൂഷകന്മാർ നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിനൊക്കെ ദൈവം നമുക്ക് സാധ്യമാക്കി നൽകി തരുവാൻ നമുക്ക് പ്രാർത്ഥനയിൽ അതൊക്കെ ഓർക്കാം. പ്രത്യേകാല് പകൽക്കാല ദൈവസന്നിധിയിൽ കൂടെ വന്ന മക്കളെ നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മുഴുവൻ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ നിലനിൽപ്പുകളെയും ഭാവിയെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആമേൻ. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ആമേൻ, നിങ്ങൾ ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ഒരുമനപ്പെട്ടുള്ള രണ്ടുപേരുടെ ഐക്യമനപ്പെട്ടുള്ള പ്രാർത്ഥന ഞാൻ കേൾക്കുക, അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവാണ്. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളൊക്കെ കേൾപ്പാൻ മതിയായതാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് ജീവി വന്നിട്ടില്ല. ജീവിയുടെ അവർക്ക് ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആമേൻ. അവർ രാവിലെ വിളിച്ച് പറഞ്ഞു തലവേദനയാണ് പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനിന്ന് കാണത്തില്ല, വരാൻ സാധ്യമല്ല. മഴയുടെ സാഹചര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ നടന്നു വരാൻ സാധ്യമല്ലാത്ത സമയമാണ്. പിന്നെ കുട്ടപ്പസഹറിനും കുടുംബവും ഒരു യാത്ര പോകുന്നു. അതിന് അത്യാവശ്യമായിട്ടൊരു യാത്ര പോകേണ്ടതുള്ളത് കൊണ്ട് ഇന്ന് വരത്തില്ല എന്ന് പറയുന്നതിനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെയൊക്കെയും നടുവിലാണ്. പിന്നെ മഴയെന്ന് കേട്ടപ്പോൾ തന്നെ പലരും അങ്ങ് അറച്ച് വീടുകളിലിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതൊന്നും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ ജയിക്കുന്നവരാണ് ദൈവമക്കള്. മഴ കണ്ടോ, പ്രതികൂലം കണ്ടോ, കൊടുങ്കാറ്റ് കണ്ടോ, അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് കണ്ടോ, ആമേൻ, ഹല്ലേലൂയ, കൊറോണ വ്യാധികൾ കണ്ടോ,
ആമേൻ ഭൂമിയിലൊക്കെ കണ്ടോ, ഇതൊന്നും കണ്ടിട്ട് ഭയപ്പെടേണ്ട മക്കളല്ല ദൈവമക്കള്. ദൈവമക്കൾ ഇതിനെയൊക്കെ ജയിക്കണം. യുദ്ധം കണ്ടോ, ക്ഷാമം കണ്ടോ, ഭൂകമ്പം കണ്ടോ, ഇതിനെയൊക്കെ പേടിച്ച് ആമേൻ മാളത്തിൽ ഉരുളിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ ജീവനുള്ള ദൈവത്തെ, നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തെ അനുദിനം ആരാധിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പകൽക്കാലത്തിൽ കൂടി വന്ന മുഴുവൻ പേരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. നിങ്ങളെ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലത്തിൽ കൂടി വന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് ഹല്ലേലൂയ നമ്മുടെ ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പലതരത്തിലുള്ള ചിന്തകൾ ചിന്തിപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ ആമേൻ പല നീതി ഭാര്യയെക്കുറിച്ചൊക്കെ ചിന്തിപ്പാനിടയിൽ തീർന്നു. ഇന്ന് പകൽക്കാലത്തിൽ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. സ്തോത്രം. ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സൃഷ്ടാവാണല്ലേ? നമ്മുടെ ദൈവം ആരാണ്? സൃഷ്ടിതാവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സകലത്തെയും സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം. അവൻ്റെ സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും. അവൻ ഭൂതലത്തെ അവയും അതിലുള്ളതൊക്കെയും അവൻ സൃഷ്ടിപ്പാനിടയെ തീർന്നു. ഹല്ലേലൂയ. ആ ദൈവം താൻ സൃഷ്ടിച്ചത് ഒക്കെയും എപ്രകാരം നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സൃഷ്ടി സൂര്യനായിരുന്നാലും ചന്ദ്രനായിരുന്നാലും നക്ഷത്രങ്ങളായിരുന്നാലും ഭൂമിയിലുള്ള ഏത് തരത്തിലുള്ള ജന്തുക്കളായിരുന്നാലും മനുഷ്യനായിരുന്നാലും എപ്രകാരം നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആ സൃഷ്ടിതാവായ ദൈവം, ആദ്യനും അന്ത്യനുമാകുന്ന ദൈവം, ആമേൻ, ദൈവം എന്ന കർത്താവ് തന്നെ ആരാധിപ്പാനായി ആമേൻ ലോകക്കാരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുപ്പാനിടയെ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ തിരഞ്ഞെടുത്തവരാകുന്ന നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ലോകക്കാരുടെ നടുവിലായിരുന്നു. എന്നാൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, വേർപെട്ട് ആരാധിക്കുവാൻ വേണ്ടി ദൈവം എന്ന കർത്താവ് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകാൽ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുവാനിടയെ തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവം തൻ്റെ ജനം എപ്രകാരം നടക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ അവൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് വിവരിപ്പാൻ വേണ്ടിയാകുന്നു ഇന്ന് പകൽക്കാലത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കർത്താവ് ആമേൻ ആമേൻ ചില ദിവസങ്ങളായി ആമേൻ എന്നോട് സംസാരിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവൻ എന്നോട് സംസാരിച്ചത് അവൻ നമ്മുടെ സഭയിൽ കൈമാറണമെന്ന് ദൈവാത്മാവ് പറയുവാനിടയിൽ തീർന്നു. നമ്മൾ ഇവിടെ കൈമാറുന്നത് നമ്മൾ ചുരുക്കം പേരാണെങ്കിൽ തന്നെയും പ്രൈസ് ദി ലോർഡ് ഇത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആമേൻ ഹല്ലേലൂയ നമ്മളെ അനേക സ്നേഹിതന്മാർ ആമേൻ കാണുകയും ആമേൻ കേൾക്കുകയും പ്രൈസ് ദി ലോർഡ് ആമേൻ ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുകയും ആണ്. നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അനേകർ നമ്മുടെ സഭയെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അറിയുന്നില്ല, നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ സ്തോത്രം, നമ്മളിവിടെ നടക്കുന്ന നമ്മുടെ യോഗത്തെ അവർ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. സ്തോത്രം. നമ്മൾ ദൈവഗതം ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്, ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി. ആമേൻ. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയും ദൈവത്തിനും വേണ്ടി പൊരുതുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തർ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ദൈവം എന്ന കർത്താവ്, ആമേൻ സൃഷ്ടിതാവാകുന്ന ദൈവം എന്ന കർത്താവ് അവൻ്റെ ജനം എപ്രകാരം നടക്കണമെന്നുള്ളതിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതിനെ വിവരിപ്പാൻ വേണ്ടിയാകുന്നു ഞാൻ ഇന്ന് പകൽക്കാലത്ത് ഇവിടെ നിൽക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ സന്തോഷിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ശമൂവേൽ ആമേൻ ന്യായപാലനം ചെയ്തിരുന്ന കാലം ആമേൻ ന്യായാധിപന്മാരുടെ കാലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ന്യായാധിപന്മാരുടെ
ബൈബിൾ ചരിത്രത്തിൽ ആമേൻ ന്യായാധിപന്മാരുടെ കാലത്തിലായിരുന്നു ശമൂവേല് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു വന്നത്. ഹല്ലേലൂയ. ആ കാലത്തൊക്കെയും ശമൂവേലിൻ്റെ കാലം വരെ, ശമൂവേൽ ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത കാലം വരെ ദൈവമാകുന്ന കർത്താവാകുന്നു ആമേൻ ഇസ്രായേലിനെ ഭരിപ്പാനിടയായി തീർന്നത്. ഇസ്രായേൽ മക്കളെ നേരിട്ട് ദൈവമാകുന്ന കർത്താവ്, ഹല്ലേലൂയ, സൈന്യങ്ങളുടെ യഹോവ നേരിട്ട് ഭരിക്കുന്ന കാലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ചരിത്രം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ന്യായാധിപന്മാരുടെ ആ കാലഘട്ടത്തിൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വേല, ആമേൻ സേവനം ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് സേവനം, വേതനം, കരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഹല്ലേലൂയ. സേവനം, വേതനം, കരം. കരമല്ലെങ്കിൽ നികുതി എന്നതിനെക്കുറിച്ചാകുന്നു നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. അല്ലാതെ ലോകത്തിൻ്റെ പുറകെ തുള്ളിച്ചാടി കളിച്ചുകൊണ്ട് നടന്നാൽ കാര്യമൊന്നും നടക്കത്തില്ല. ഇതൊക്കെ നമ്മൾ ഗ്രഹിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാ കർത്താവ് ഇന്ന് പകൽക്കാലത്തിൽ നമ്മോട് സംസാരിക്കുന്ന ചിന്താവിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശമൂവേലിൻ്റെ കാലത്തിൽ, ആമേൻ, ശമൂവേലിൻ്റെ കാലം വരെ ദൈവമാകുന്നു ഈ ആമേൻ ആമേൻ ഇസ്രായേൽ, താൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ ഭരിച്ചു വന്നിരുന്നത്. അവൻ്റെ കാലഘട്ടത്തിൽ ആമേൻ ശമൂവേലാകുന്നു ആമേൻ ദൈവത്തിൻ്റെ പുരോഹിതൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ ശമൂവേൽ ആമേൻ ആമേൻ്റെ ന്യായപാലനം സേവനം ആയിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സേവനമായിരുന്നു. സേവനം എന്ന് പറയുന്നത് എന്താകുന്നു? ഹല്ലേലൂയ. സ്തോത്രം. സേവനമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ദൈവവേലയാണ്. പ്രൈസ് ദി ലോർഡ്. ആരുടെടുത്തൊന്നും ഇനി വലിയ അധികാരത്തിൽ കൊണ്ടുപോവാ, ഇനി ഞാനിപ്പോൾ എടുക്കും, ഞാൻ എടുത്തില്ലെങ്കിൽ പിടിച്ച് ഇങ്ങോട്ട് വാങ്ങും, ഹല്ലേലൂയ, എൻ്റെ അവകാശം ഇങ്ങോട്ട് താ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിക്കും എന്നൊക്കെ ആമേൻ ഉള്ളതല്ല ദൈവത്തിൻ്റെ വേല. ആമേൻ. നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, നിന്റെ വീട്ടിൽ ശാപമുണ്ടാകും എന്നൊക്കെ ശപിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. സേവനമെന്ന് പറയുന്നതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ആമേൻ പ്രതിഫലം. പിന്നീട് ആമേൻ പ്രതിഫലം എപ്പോഴായാലും നമുക്ക് കിട്ടും. പ്രതിഫലമുണ്ട് നിശ്ചയം, പക്ഷെ എപ്പോഴായാലും നമുക്ക് കിട്ടും. പിടിച്ചു വാങ്ങുകയോ ബലാത്കാരമായി വാങ്ങുകയോ ചതുവായിട്ട് വാങ്ങുകയോ ആമേൻ ഒന്നും ചെയ്യുന്നതല്ല. നമ്മുടെ വേല തികയ്ക്കണം. നമുക്ക് പ്രതിഫലം തരുവാൻ ദൈവം മതിയായവനെന്ന് വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് പോകുന്നതാണ് ആമേൻ സേവനത്തിൻ്റെ ഒരു മൂല ഘടന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മൂല കാരണമായിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വേതനമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഇന്ന് പകൽക്കാലത്തിന് വിവരിക്കുന്നത് പെട്ടെന്ന് ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ആലോചനയാണ്. എന്തെങ്കിലുമൊക്കെ ആമേൻ പോരായ്മ ഉണ്ടെങ്കിൽ കർത്താവിലും നിങ്ങളും ക്ഷമിക്കണമെന്ന് ദൈവാത്മാവിൽ ഞാൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞു വരുന്ന വാചകത്തിൽ ചിലപ്പോൾ പൂർണ്ണതയില്ലാതെ പോയാൽ. എന്നാൽ ഞാൻ സേവനത്തെക്കുറിച്ച് ചുരുക്കം പറഞ്ഞു. എന്നാൽ വേതനമെന്ന് പറയുമ്പോൾ ആമേൻ അതാ സമയത്ത് താൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന വേലയ്ക്ക് അപ്പോഴേ തന്നെ കൂലി കിട്ടുക അത് വേതനമാണ്. വേതനം കിട്ടി, വേതനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, വേതനം കിട്ടുന്നു. സേവനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. സേവനം നമുക്ക് കിട്ടും, നമുക്ക് ലഭിക്കും, തരും. ഹല്ലേലൂയ. ലഭിക്കുന്നതിനെ കാത്തിരിക്കാം എന്നുള്ളതാകുന്നു. വേതനമെന്ന് പറയുമ്പോൾ ആമേൻ ജോലി ചെയ്ത ഉടനെ കൂലി കിട്ടും എന്നുള്ള വിശ്വാസത്തോടുകൂടി ആമേൻ വിചാരങ്ങളോടുകൂടി ജോലി ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്നാൽ മൂന്നാമതായി പറഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ കരം, നികുതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിനെ മൂന്നിനെ കുറിച്ചുമാകുന്നു. ലോകത്തിൽ ഇന്ന് കരവും നികുതിയും ഒക്കെ എടുക്കുന്നവർ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ശമൂവേൽ വരെ ദൈവം ന്യായപാലനം ചെയ്തു. അത് സേവനമായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ ഹല്ലേലൂയ അനേകർ ആമേൻ വേതനത്തിന് ജോലി ചെയ്തു. പിന്നത്തേതിൽ ആമേൻ രാജാക്കന്മാരുടെ കാലമായപ്പോൾ അത് ആമേൻ നികുതിയായി തീർന്നു, കരമായി തീർന്നു. അവർ കരത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ആ ആമേൻ, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ 3 തരത്തിലുള്ളതിനെ കുറിച്ച് ഞാൻ വിവരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സേവനം, വേതനം, നികുതി അല്ലെങ്കിൽ കരം എന്നതിനെക്കുറിച്ച് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. കരം എടുക്കുന്ന എന്തിനാണ്? രാജ്യത്തെ നയിക്കുവാൻ വേണ്ടി. അത് രാജ്യത്തിന് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കൈസർ കരം ഭരിക്കുന്നുണ്ട്. ആമേൻ. ദൈവം പറഞ്ഞു തരാം, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുപ്പീൻ, ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുപ്പീൻ. ഹല്ലേലൂയ എന്നാണ് ദൈവം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിക്കലും ആമേൻ കരം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ രാജാക്കന്മാരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ കരം ഭരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ശമൂവേല് ആമേൻ ദൈവം ഭരിച്ചിരുന്ന കാലത്തിലാകുന്നു ശമൂവേൽ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു വന്നിരുന്നത്. ആ കാലം ആമേൻ ശമൂവേലിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ശമൂവേൽ വൃദ്ധനായപ്പോൾ ശമൂവേലിൻ്റെ മക്കളാണ് പിന്നെ ഹല്ലേലൂയ ന്യായപാലനം ചെയ്യേണ്ടത് ഇസ്രായേലിനെ. ഹല്ലേലൂയ. ശമൂവേലിൻ്റെ പുത്രന്മാരാരാണ്? ഹോപ്നിയും ഫീനഹാസും ആണ് ശമൂവേലിൻ്റെ മക്കള്. അല്ല, ഏലിയുടെ മക്കൾ അല്ലേ? അല്ല, അത് ഏലിയുടെ മക്കളാണ്. തെറ്റിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കുക. ആമേൻ. ഹോപ്നിയും ഫീനഹാസും അല്ല. ആമേൻ. ശമൂവേലിന് ശേഷം ശമൂവേലിൻ്റെ പുത്രന്മാർ ആമേൻ വഴികളിൽ നടക്കുന്നില്ല എന്ന് ഇസ്രായേൽ മക്കൾ കാണുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ വചനം വായിച്ച 8-ാം അധ്യായം 1 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെ വായിച്ചാലും. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. നിങ്ങൾക്കൊരു രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി എന്റെ മക്കൾ നിങ്ങളോടുകൂടെയുണ്ട്. എന്റെ ബാല്യം മുതൽ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെ അവന്റെ അഭിഷിക്തന്റെ മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിപ്പീൻ. ഞാൻ അത് മടക്കിത്തരാം. അതിനവർ നീ ഞങ്ങളെ ചതിക്കയോ? സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ അവസാന കാലത്തിലാകുന്നു ശമൂവേൽ ഇസ്രായേൽ ന്യായപാലനം ചെയ്യുവാനിടയായി തീർന്നത്. ആമേൻ. ശമൂവേൽ ഹല്ലേലൂയ ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ വഴികളിൽ ആമേൻ അവൻ സേവനം ചെയ്യുവാനിടയായി എന്ന് ഹല്ലേലൂയ നമുക്ക് ദൈവജനത്തിലൂടെ കാണുവാൻ കഴിയും. ആ ശമൂവേൽ പറയുന്ന കാര്യമാണ്, ഞാൻ ഒരുത്തൻ്റെ കാളയോ കഴുതയോ അപഹരിച്ചിട്ടില്ല. ഒരുത്തൻ്റെ മുന്തിരിത്തോട്ടമോ ഒലിവ് തോട്ടമോ ആട്ടിൻ കൂട്ടമോ ഞാനൊന്നും അപഹരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അപഹരിച്ചെടുക്കുകയോ ബലാത്കാരം ചെയ്തുകയോ ചതുവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പറയുവിൻ. ഇസ്രായേലിനോട് പറയാനിടയിൽ തീർന്നു. അവർ പറഞ്ഞത്, നീ ഞങ്ങളിൽ നിന്ന് ഒന്നും അപഹരിച്ചെടുത്തിട്ടില്ല, ന്യായമായിട്ടുള്ള ആ കാര്യങ്ങളാണ് നീ പറഞ്ഞിട്ടുള്ളതും. നിനക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നൽകിയിട്ട് അത് ന്യായമായിട്ട് ആമേൻ ബലാത്കാരം ചെയ്യാതെ ചതുവായി വാങ്ങാതെയൊക്കെയുള്ള കാര്യങ്ങളാണ്, ഞങ്ങളുടെ സമേതമായിട്ടാണ് ഞാൻ നിനക്ക് നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ഒന്നിനാലും അപഹരിച്ചെടുത്തിട്ടില്ല എന്ന് ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ശമൂവേലിനോട് പറയാനിടയിൽ തീർന്നു. എന്നാൽ ശമൂവേലിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശമൂവേലിൻ്റെ ശമൂവേൽ വൃദ്ധനായപ്പോൾ ശമൂവേലിൻ്റെ മക്കള് ഈ ന്യായപാലനം ചെയ്യുവാനായി കടന്നു വന്നു ആ വഴികളിൽ. എന്നാൽ അവർ കടന്നു വന്നപ്പോൾ ആമേൻ ദൈവത്തിൻ്റെ ഹിതം പോലെ ശമൂവേൽ നടന്നതുപോലെ ദൈവത്തിന് ന്യായപാലനം നടക്കുന്നില്ല. ആമേൻ. ശമൂവേലിൻ്റെ മക്കള് ദുഷ്ടന്മാരും നീചന്മാരെന്നൊക്കെ ഇസ്രായേൽ കണ്ടിട്ട് ഇസ്രായേലിന് അതും ആമേൻ ഒരു രാജാവിനെ വേണമെന്ന് ഹല്ലേലൂയ ശമൂവേലിനോട് വന്ന് അപേക്ഷിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ന്യായാധിപരുടെ കാലത്തിൽ ശമൂവേൽ വരെ ദൈവത്തിന് ദൈവന്യായം നടത്തി വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ.
ആമേൻ അതൊരു സേവനമായിരുന്നു. എന്നാൽ ശമൂവേലിൻ്റെ മക്കളുടെ കാലം വന്നപ്പോൾ ആമേൻ ആ നിയമത്തിന് ഹല്ലേലൂയ മാറ്റം വന്നു. അതൊന്ന് വചനം വായിച്ചാലും ആമേൻ 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനം വായിച്ചാലും. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി അവന്റെ ആദ്യജാതന് യോവേലെന്നും രണ്ടാമത്തേതിന് അബിയാവെന്നും പേർ. അവർ ബേർഷേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറച്ചു വന്നു. നോക്കിക്കേ, ശമൂവേലിന്റെ കാലം വരെ ദൈവം ദൈവത്തിന് ദൈവവേല സേവനമായിരുന്നു കേട്ടോ. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. സേവനം എന്ന് പറയുമ്പോൾ വെറുതെ ചെയ്യുന്നതോ എന്ന് ചോദിക്കും. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ, അവന് പ്രതിഫലം ലഭിക്കും നിശ്ചയം. പക്ഷേ എങ്കിൽ തന്നെയും ദൈവഗീതം പോലെ ഹല്ലേലൂയ ഒരു സേവനമായി ശമൂവേല് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശമൂവേലിന്റെ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടുവല്ലോ. ശമൂവേൽ നീചന്മാർ. എന്താ വായിച്ചത്? ശമൂവേലിന്റെ പുത്രന്മാർ അവസാനം വായിച്ചത് ശമൂവേലിന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ അനേകര് ദുരാഗ്രഹികളായി ന്യായം മറിച്ച് ഹല്ലേലൂയ കൈക്കൂലിക്ക് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നതായി കാണുന്നു. കൈക്കൂലിക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ന്യായം അത് മറിച്ച് കരുണ, ദയ, പരോപകാരം, ഹല്ലേലൂയ ഇതൊക്കെ മറിച്ച് കളയുന്ന ഒരു കാലത്തിന്റെ നടുവിലാണ് ഈ കാലഘട്ടം നിൽക്കുന്നത്. ഹല്ലേലൂയ അങ്ങനെ ശമൂവേലിന്റെ മക്കൾ ദുരാഗ്രഹികളായിട്ട് ന്യായപാലനം ന്യായത്തെ മറിച്ച് കളയുന്നതായിട്ട് അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളൊക്കെയും ഹല്ലേലൂയ ശമൂവേലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്റെ മക്കൾ ഞങ്ങൾക്ക് ശരിയായ ന്യായപാലനം ചെയ്യുന്നില്ല, വഴിയൊക്കെ തെറ്റിയിരിക്കുകയാണ്. ആയതുകൊണ്ട് രാജാക്കന്മാരെ, ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു പറഞ്ഞ സാരാംശം എന്ന് പറഞ്ഞാൽ ശമൂവേലിന്റെ കാലം വരെയും അവന്റെ മക്കളുടെ കാലം വരെയും ദൈവം എന്ന കർത്താവ് കൂടെയുണ്ട്. ദൈവം എന്ന കർത്താവാകുന്നു, സൈന്യങ്ങളുടെ യഹോവയാകുന്നു. അല്ലെങ്കിൽ ഇസ്രായേലിനെ നടത്തി വന്നത്, ഭരിച്ചു വന്നത്, ന്യായപാലനം ചെയ്തു വന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം ഹല്ലേലൂയ 8-ാം അധ്യായം 9 മുതൽ ചില വചനങ്ങൾ അങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവരുടെ അപേക്ഷ അങ്ങനെ ഇസ്രായേൽ മക്കൾ ശമൂവേലിന്റെ അടുത്ത് വന്ന് ഞങ്ങൾക്കൊരു രാജാവ്, ലോകപ്രകാരം ഒരു രാജാവിനെ വേണം, ദൈവം ഭരിക്കുന്നതൊക്കെ നമുക്ക് തൽക്കാലം മതി, ഹല്ലേലൂയ ഒരു രാജാവിനെ വേണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് പറഞ്ഞു. ഈ കാര്യം ശമൂവേൽ ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞു ഹല്ലേലൂയ അതുവരെ ഇസ്രായേലിൽ ഭരിച്ചു വന്ന ദൈവമാണ്. ദൈവമാണ് ഭരിച്ചു വന്നത്. പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ മക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോകപ്രകാരം ഒരു രാജാവിനെ വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവം പറഞ്ഞ് ഈ കാര്യം ശമൂവേൽ ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞു അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. എന്നാൽ ആ രാജാവ് ഞാൻ ഭരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ദാസന്മാരാകുന്ന ദൈവം പറയാണ്, ഞാൻ ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തിൽ എൻ്റെ ദാസന്മാരാകുന്ന ന്യായാധിപന്മാര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊരു സേവനമായിരുന്നു. എന്നാൽ രാജാക്കന്മാര് വരുന്നത് മുഖാന്തരം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിനെ കൂടെ അവരോട് പറയണമെന്ന് ശമൂവേലിനോട് പറഞ്ഞു. ഹല്ലേലൂയ. രാജാക്കന്മാര് വന്നാൽ അവരെന്തൊക്കെ ചെയ്യും എന്നതിനെ കുറിച്ച് ഇസ്രായേലിനോട് പിന്നീട് ഹല്ലേലൂയ നിങ്ങൾ കരയേണ്ടിയും നിലവിളിക്കേണ്ടിയൊക്കെ വരുമെന്നുള്ള കാര്യം ഹല്ലേലൂയ അവിടെ വെച്ച് അവൻ ദൈവത്തിന് ശമൂവേലിനോട് പറഞ്ഞു. ശമൂവേൽ വന്ന് ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ഇസ്രായേലിനോട് പറയാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം 9 മുതൽ വായിച്ചാലും
ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കാം. അവന്റെ ദൈവം പറയുന്ന കാര്യമാണ്. ദൈവത്തോട് ശമൂവേൽ പറഞ്ഞു, അവരൊരു രാജാവിനെ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് ആമേൻ ദൈവം പറഞ്ഞ് അവരൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. വായിച്ചാലും ആകയാൽ അവരുടെ അപേക്ഷ കേൾക്ക എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. ആമേൻ, സ്തോത്രം. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളെ എല്ലാം അറിയിച്ച് ആമേൻ അങ്ങനെ പറഞ്ഞതെന്നാൽ നിങ്ങളെ നിങ്ങൾ രാജാവിനെ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പൊ ദൈവം അനുവദിച്ചിരിക്കുകയാണ്, ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുവാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ രാജാവ് നിങ്ങളിൽ വാഴുമ്പോൾ ആ രാജാവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. രാജാവിന്റെ ന്യായം ഇതായിരിക്കും. രാജാവ് ചെയ്യുന്ന ന്യായം ഇതായിരിക്കും. ദൈവം പറയാണ്, അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരും ആക്കും. അവന്റെ നിങ്ങൾക്ക് മുമ്പേ അവന്റെ രഥങ്ങൾക്ക് മുൻപേ അവർ ഓടേണ്ടി വരും. നിങ്ങളുടെ മക്കൾ ഓടേണ്ടി വരും. അവരെ ആയിരത്തിന് 50 അധിപതിമാരാക്കും. തന്റെ നിലം കൃഷി ചെയ്യുവാൻ തന്റെ വിള കൊയ്യുവാനും തന്റെ പടക്കോപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളുമായിട്ടെടുക്കും. അവർ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളെയും മുന്തിരിത്തോട്ടങ്ങളെയും ഒലിവുതോട്ടങ്ങളെയും എടുത്ത് തന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഞങ്ങൾ വിശേഷമായ മുന്തിരിത്തോട്ടങ്ങളൊക്കെയും ദശാംശം എടുത്ത് തന്റെ ഷണ്ഡന്മാർക്കും ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും പുത്രന്മാരെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തന്റെ വേലയ്ക്കാക്കും. അവൻ നിങ്ങളുടെ ആടുകളിൽ 10 എടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായി തീരും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും. ആമേൻ. നോക്കിക്കേ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും. എന്നാൽ യഹോവ അന്ന് ഉത്തരം അരുളുകയില്ല. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇപ്പൊ ഇസ്രായേലിന് ദൈവം ഭരിക്കണ്ട, ന്യായാധിപന്മാര് ഭരിക്കണ്ട, സേവനം വേണ്ട, രാജാവ് മതി. ജനമാണ് തിരഞ്ഞെടുത്തത്. ജനത്തിന്റെ ആവശ്യമാണ്, ഇസ്രായേലിന്റെ ആവശ്യമാണ്. ഞങ്ങൾക്ക് ലോകപ്രകാരം ഒരു രാജാവ് വേണം. നമ്മുടെ രാജാവ് ആരാണ്? സൈന്യങ്ങളുടെ യഹോവ. ആമേൻ. അവന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യഹൂദൻ ആമേൻ ഇസ്രായേലിന്റെ രാജാവാണ്. ആമേൻ. സൈന്യങ്ങളുടെ യഹോവ. എന്നാൽ ഹല്ലേലൂയ യഹൂദന്മാരുടെ രാജാവാകുന്നു സൈന്യങ്ങളുടെ യഹോവയാകുന്ന കർത്താവിന്റെ പുത്രനാകുന്ന ക്രിസ്തു. ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവ്. യഹൂദൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്തുതിക്കുന്നവൻ. സ്തുതിക്കുന്നവരുടെ രാജാവാകുന്നു കർത്താവായ യേശു ക്രിസ്തു. അവൻ നമുക്ക് രാജാവായിട്ട് മുൻപിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കേട്ടല്ലോ, രാജാക്കന്മാരെ എടുത്തത് മുഖാന്തരം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തൻ്റെ ജനത്തിന്, ഇസ്രായേലിന് വന്നു ഭവിക്കാവുന്ന വിഷയങ്ങളൊക്കെ കേട്ടുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. നിങ്ങൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ എടുത്തിരിക്കുന്ന രാജാക്കന്മാർ നിമിത്തം നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ നിലവിളിക്കും, കരയും. ഹല്ലേലൂയ. എന്നാൽ ദൈവം കേൾക്കത്തില്ലെന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേലിന്റെ കാലം കഴിഞ്ഞപ്പോൾ, ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ ആമേൻ രാജാക്കന്മാർ ഭരിക്കുവാനിടയെ തീർന്നു. അങ്ങനെ ആമേൻ ആ രാജാക്കന്മാരുടെ ഭരണകാലത്തിലാകുന്നു ഈ നികുതി എന്ന് പറയുന്ന, കരമെന്ന് പറയുന്ന, ദശാംശം എന്ന് പറയുന്ന വ്യവസ്ഥിതി ലോകത്തിലേക്ക് കടന്നു വരുവാനിടയെ തീർന്നത്. ആ ദൈവന്യായം
ആ ദൈവന്യായമാണ് ആമേൻ അവിടെ ദൈവം ആമേൻ കൽപ്പിച്ചാക്കി കൊടുത്തു. ഇതൊക്കെ അനുസരിച്ച് നടക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ ഇസ്രായേലിൽ അതൊന്നും അനുസരിച്ച് നടക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളൊക്കെ ഒടുവിൽ നിലവിളിപ്പാൻ ഇടയിൽ തീർന്നു, കരയുവാൻ ഇടയിൽ തീർന്നു, ദൈവം കേൾക്കാതെ ഇടയിൽ തീർന്നു. ഒടുവിൽ ഹല്ലേലൂയ ദൈവം അവരെ വിടുവിപ്പാൻ ലോകത്തിൽ കർത്താവിനെ അയപ്പാൻ ഇടയിൽ തീർന്നു. ആമേൻ. ലോകത്തിൽ നിന്ന്, ഈ ഭരണകൂടത്തിൽ നിന്നൊക്കെ വിടുവിപ്പാനാണല്ലോ കർത്താവ് ലോകത്തിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 12:13 മുതൽ വായിക്കുമ്പോൾ 13 മുതൽ 15 വരെ ഒന്ന് വായിച്ചാട്ടെ. ഇപ്പോൾ ഇതാ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചവനുമായ രാജാവ് യഹോവ നിങ്ങൾക്ക് ഒരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ മറക്കാതെ. ശമൂവേൽ പറഞ്ഞ കാര്യമാണ്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യമാണ്. ഇസ്രായേൽ മക്കൾക്ക് രാജാവ് വേണമെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു രാജാവിനെ ശമൂവേൽ വാഴിച്ചു കൊടുക്കുവാനിടനെ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവിന്റെ പേര് ആകുന്നു ആരാ? ഹല്ലേലൂയ, ശൗൽ രാജാവ്. ആ ശൗലിനെ വാഴിച്ചു കൊടുത്തതിന് ശേഷം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പിന്നെയും ആമേൻ ശമൂവേൽ ഇസ്രായേലിനോട് സംസാരിക്കുന്നതായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ദൈവം ശമൂവേലിനെ ഇസ്രായേലിന് രാജാവായിട്ട് ആമേൻ നൽകി. ശമൂവേല് വാഴിച്ചു കൊടുത്തു. എങ്കിൽ തന്നെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി ഇതിനകത്തുകൂടെ, ദൈവത്തിൻ്റെ ന്യായം, ദൈവത്തിൻ്റെ ആമേൻ ആമേൻ വഴികളെ കൂടെ ദൈവം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാര് നികുതി പിരിക്കുന്നവരായിരുന്നാലും, ദശാംശം വാങ്ങുന്നവരായാലും, ആമേൻ കരം പിരിക്കുന്നവരായിരുന്നാലും, അത് അവരുടെ അവരുടെ കാര്യാതിൽ നടത്തുവാൻ വേണ്ടി അതങ്ങനെ ചെയ്യുന്നു. രാജാക്കന്മാർക്ക് കരം പിരിക്കുന്നില്ലേ? ഭൂമിയിൽ സകലരും പിരിക്കുന്നുണ്ട്. കരത്തിന്റെ പുറത്താണ് ആമേൻ ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ ഒക്കെ നടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ലോകരാജ്യത്തിലുമുണ്ട്, ദൈവരാജ്യത്തിലുമുണ്ട് നികുതി പിരിവ്. എങ്കിലും ആമേൻ ഇവിടെ ആമേൻ 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13, 14, 15 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. അതൊന്ന് വായിച്ചാലും. ഇപ്പോൾ ഇതാ നിങ്ങൾ തിരഞ്ഞെടുത്തവരും ആഗ്രഹിച്ചവനുമായ രാജാവ് യഹോവ നിങ്ങൾക്കൊരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ യഹോവയുടെ കൽപ്പനയെ മറക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്കനുസരിച്ച് അവിടെ പറയപ്പെടുന്നത്. ഹല്ലേലൂയ. ശമൂവേല് ഹല്ലേലൂയ രാജാവിനെ വാഴിച്ചു കൊടുത്തു. എന്നിട്ട് ആമേൻ ദൈവന്യായത്തെ കൂടി പറയുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഇസ്രായേലിന് ആമേൻ ലോകപ്രകാരം രാജാവിനെ വാഴിച്ചു കൊടുത്തു. ശരി, പക്ഷേ എൻ്റെ ഹിതം പോലെ കൂടി നടക്കണം. ഹല്ലേലൂയ, ആമേൻ. അവിടെ ആ ഭാഗം തന്നെ ഒന്നുകൂടി വായിച്ചാലും. ഇപ്പോൾ ഇതാ നിങ്ങൾ എടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ് യഹോവ നിങ്ങൾക്ക് ഒരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ മറക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് ആമേൻ. മതി, സ്തോത്രം. അവിടെ പറയപ്പെടുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവനെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ അനുസരിച്ച് അവനെ സേവിക്കണം. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന കാര്യമാണ്. ഒന്നാമത് ദൈവത്തെ ഭയപ്പെടണം. രാജാവ് ഭരിക്കുന്നു, ശരി തന്നെ. പക്ഷേ നിങ്ങൾ ഒന്നാമത് ദൈവത്തെ ഭയപ്പെടണം, രണ്ടാമത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം, മൂന്നാമത് സേവിക്കണം. ആ സേവനത്തെ ഞാൻ അകത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ഭാഗം ഞാൻ എടുത്തുകൊണ്ട് വരുന്നത്. സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. സേവനമാണ് ദൈവന്യായം, ദൈവനീതി. ഹല്ലേലൂയ. സേവനമല്ലാതെ നികുതി മാത്രം പിരിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ ആമേൻ
ഈ രാജ്യം മുൻപോട്ട് പോകത്തില്ല. നീതിയിൽ മാത്രം ആശ്രയിച്ചാല്, കരംപിരിവിൽ മാത്രം ആശ്രയിച്ചാല്. ഹല്ലേലൂയ, ആമേൻ. നികുതി ഈ രാജ്യത്തിന് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറഞ്ഞ എന്താണ്? നമ്മൾ പറഞ്ഞ എന്താണ്? ആ ഭാഗം മാത്രം. അവന്റെ കൽപ്പനകളെ മറക്കരുത്, യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവനെ സേവിക്കണം. സേവനം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സേവനത്തെ കുറിച്ച്. ആമേൻ. ചിലപ്പോൾ ഇന്ന് കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ഇന്ന് കിട്ടിയില്ലെന്ന് വരും. ഹല്ലേലൂയ. വിതയ്ക്കുമ്പോൾ ഉടനെ കിട്ടത്തില്ല, അതിന്റെ ഫലം പിന്നത്തേതിൽ കയറി വരും. അങ്ങനെ സേവനം ചെയ്യാൻ തയ്യാറാവുമ്പോൾ വിതയ്ക്കുന്നതൊന്നും നഷ്ടമായി പോകുന്നില്ല. ആമേൻ. ആദ്യം നമുക്ക് വിതയ്ക്കുമ്പോൾ നഷ്ടം പോലെ തോന്നും. ഹല്ലേലൂയ. അപ്പോൾ കിട്ടുന്നില്ലല്ലോ ഒന്നും. അത് പിന്നീട് ആമേൻ, ആമേൻ, ഇരട്ടി ഫലമായിട്ട് 100ഉം 60ഉം മേനിയായി അത് മടങ്ങി വരും. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോഴപ്പോഴും കിട്ടിയാലോ, ആമേൻ, അപ്പോഴപ്പോഴും കിട്ടിയാല് അത് വേദനമാണ്. സേവനമല്ല, വേദനമാണ് അപ്പോഴപ്പോഴും കിട്ടുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. അങ്ങോട്ട് വായിച്ചാൽ പിന്നെ തുടർന്ന് എന്താ എഴുതിക്കുന്നത്? അനുസരിക്കുകയും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിരോധമായി. ആമേൻ. ദൈവം പറഞ്ഞ പ്രകാരം കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ, ആമേൻ, ആമേൻ, കൽപ്പന പ്രകാരം നിങ്ങൾ സേവനം ചെയ്താൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകം പ്രകാരമാണ് പോണത്. ഹല്ലേലൂയ. ആമേൻ. ബലാത്കാരത്തിന്റെയും ചതിവിന്റെയും കാലഘട്ടമാണ്. ദൈവക്കളുടെ നടുവിൽ ദൈവക്കള്, ആമേൻ, ബലാത്കാരത്തിന് വിധേയമായിട്ട് അനേകം ക്ഷീണിച്ചും തളർന്ന് നുറുങ്ങിയൊക്കെയാണ് പലരും ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്രകാരം രാജാക്കന്മാരുടെ കാലം കടന്നുപോയത് കൊണ്ടാകുന്നു, ഹല്ലേലൂയ, ആമേൻ, യേശുവിൻ്റെ വഴി ഒരുക്കുവാൻ വേണ്ടി വന്ന ആമേൻ, യോഹന്നാൻ വന്ന് വിളിച്ചു പറഞ്ഞത്, നിങ്ങളാരെയും ബലാത്കാരം ചെയ്യാതെയും ചതുവായി ഒന്നും വാങ്ങാതെയും നിങ്ങളെ ശമ്പളം മതിയെന്ന് വയ്പ്പീൻ. രാജാക്കന്മാര്, ഹല്ലേലൂയ, നികുതി ഭാരമൊക്കെ കൂട്ടാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ ശമ്പളം കിട്ടിയാലും മതിയെന്ന് വെപ്പീൻ എന്ന് പറയാനിടയിൽ തീർന്നു. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ വചനം വായിച്ചാലും, 1 രാജാക്കന്മാർ 12-ന്റെ 1 മുതൽ 4 വരെ. രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ശേഖേമിൽ വന്നിരുന്നത് കൊണ്ട്. മതി, തുടർന്ന് വായിക്കാം. ഇവിടെ കാണുവാൻ കഴിയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിന് 12-ന്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, 2 രാജാക്കന്മാരെ കുറിച്ച് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രാജാക്കന്മാരെ കുറിച്ചാണല്ലോ ഇങ്ങോട്ട് ചിന്തിച്ച് കയറിയത്. ശമൂവേലിനെ കുറിച്ച് ചിന്തിച്ചു, ന്യായാധിപന്മാരെ കുറിച്ച് ചിന്തിച്ചു. ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ രാജാക്കന്മാർ കയറി വന്നു. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായിരുന്നു ശൗൽ. ശൗലിനെ ഇവിടെ വാഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ രാജാക്കന്മാരുടെ കാലഘട്ടം, ആമേൻ, ഹല്ലേലൂയ, ശൗലിന്റെ കാലം കഴിഞ്ഞപ്പോൾ 2ാമത്തെ രാജാവ് ആരാണായത്? ദാവീദ്. 3ാമത്തെ രാജാവ് ദാവീദ് കഴിഞ്ഞ് ശലോമോൻ. 4ാമത്തെ രാജാവ് രഹബയാം. അങ്ങനെ ഇസ്രായേലിന്റെ 4ാമത്തെ രാജാവിന്റെ കാലത്ത് ശലോമോന്റെ മകൻ രഹബയാം രാജാവാകേണ്ടതിന് ശലോമോന്റെ കാലം കഴിഞ്ഞപ്പോഴാണ് ശേഖേമിൽ വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവിടെ 2 രാജാക്കന്മാരെ കുറിച്ച് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1, ഹല്ലേലൂയ, ശലോമോന്റെ മകനാകുന്ന രഹബയാം. 2, നെബോത്തിന്റെ മകനാകുന്ന യൊരബയാം. 2 രാജാക്കന്മാർ. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഒന്ന് വായിച്ചാലും, രഹബയാമിനെ രാജാവാക്കേണ്ടതിന്
രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ശേഖേമിൽ വന്നിരുന്നത് കൊണ്ട് അവനും ശേഖേമിൽ ചെന്നു. നെബോത്തിന്റെ മകനാകുന്ന യൊരോബയാം അത് മിസ്രൈമിൽ അത് കേട്ടാറേ നിന്ന് ഓടിപ്പോയി പാർത്തിരിക്കുകയായിരുന്നു. ആളയച്ച് മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന രണ്ട് രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു ഞാൻ. ഒന്ന് ശലോമോന്റെ മകനാകുന്ന രഹബയാം, രണ്ട് നെബോത്തിന്റെ മകനാകുന്ന യൊരോബയാം. ഇപ്പോ ശലോമോന്റെ മകനാകുന്ന രഹബയാമാണ് ഇസ്രായേലിന് രാജാവാകേണ്ടതിന് ശേഖേമിൽ വരുവാനിടയിൽ തീർന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ രഹബയാം രാജാവാകേണ്ടതിന് ഇപ്പോൾ ശേഖേമിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാകുന്നു ഹല്ലേലൂയ ആമേൻ നെബോത്തിന്റെ ആമേൻ ആമേൻ മകനാകുന്ന യൊരോബയാമിന് ഇത് അറിവ് കിട്ടി. അങ്ങനെ ആമേൻ ഇസ്രായേലിലെ 10 ഗോത്രം ഹല്ലേലൂയ നെബോത്തിന്റെ മകനാകുന്ന ആമേൻ യൊരോബയാമിനെ മിസ്രൈമിൽ നിന്ന് വരുത്തി ആമേൻ ഹല്ലേലൂയ വരുത്തിയിട്ട് തുടർന്ന് പറയുന്ന കാര്യമാണ്. വചനം വായിച്ചാലും അവിടെ തന്നെ ഒന്നുകൂടി വായിച്ച ഭാഗം തുടർന്ന് മിസ്രൈമിൽ ഓടിപ്പോയി അവിടെ പ്രാർത്ഥിരിക്കുമ്പോൾ അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചിരുന്നു. യൊരോബയാമും ഇസ്രായേൽ സഭയൊക്കെയും വന്ന് രഹബയാമിനോട് സംസാരിച്ചു. നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. നിന്റെ അപ്പന്റെ കഠിന വേലയെ അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരുന്ന ഭാരമുള്ള നികവും നീ ഭാരം കുറച്ചു തരയണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അവൻ അവരോട് മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഹല്ലേലൂയ ഇസ്രായേലിന് രാജാവാകേണ്ടതിന് രഹബയാം ശേഖേമിലെത്തിയിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ആമേൻ ഇസ്രായേൽ മക്കളിൽ 10 ഗോത്രത്തിന്റെ അധിപതിയായിരിക്കുന്ന യൊരോബയാമും മിസ്രൈമിൽ നിന്ന് വന്നിരിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ ശലോമോന്റെ മകൻ രാജാവാകേണ്ടതിന് ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. ആ സന്ദർഭം ഇങ്ങനെ വന്നപ്പോൾ നെബോത്തിന്റെ മകനാകുന്ന യൊരോബയാം പറയുകയാണ് രഹബയാവിനോട്, ശലോമോന്റെ മകനാകുന്ന രഹബയാവിനോട് പറയുകയാണ്, നിന്റെ അപ്പനാകുന്ന ശലോമോൻ ഞങ്ങളുടെ പുറത്ത് ഭാരമേറിയ നുകം വച്ചിരുന്നു. ആ നുകത്തിൻ്റെ ഭാരം കുറച്ചു തന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ കയറ്റിവെച്ച നുകമാണ്. ഹല്ലേലൂയ. ആ നുഖഭാരം അല്പം കുറച്ചു തന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം. സേവനം ദൈവരാജ്യത്തിലുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഞങ്ങൾ നിന്നെ സേവിക്കാം. 12:5 മുതൽ 7 വരെ വായിച്ചാലും 5 മുതൽ 7. നിങ്ങൾ പോയി 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞ ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞ യൊരോബയാമിനോടും 10 ഗോത്ര രണ്ടുപേരുടെ കാര്യം പറഞ്ഞു, രഹബയാമും യൊരോബയാമും. അങ്ങനെ ശലോമോന്റെ മകൻ രഹബയാം പറഞ്ഞു, യൊരോബയാമിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് എനിക്ക് 3 ദിവസത്തെ സമയം. ശലോമോന്റെ മകൻ പറഞ്ഞത്, എനിക്ക് 3 ദിവസത്തെ സമയം തരണം, ഞങ്ങൾ ആലോചിച്ച് ഈ നുഖഭാരം കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം അവധി അല്ലെങ്കിൽ സമയം കൊടുത്തു ശലോമോന്റെ മകന് ഇത് ആലോചിക്കാൻ വേണ്ടി, ഈ നുഖഭാരം കൂട്ടിയതിനെ കുറിച്ച് കുറച്ച് കിട്ടുവാൻ വേണ്ടി. എന്നാൽ കുറച്ച് തന്നാൽ ഞങ്ങൾ നിന്നെ രാജാവാക്കി നിന്നെ സേവിക്കാം എന്ന് 10 ഗോത്രക്കാർ പറയുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ 3 ദിവസത്തെ അങ്ങനെ 5 മുതൽ 7 വരെ വായിച്ചാലും 12:5 മുതൽ 7 വരെ. അങ്ങനെ ശലോമോന്റെ മകൻ ആദ്യം ചോദിച്ചത് ഹല്ലേലൂയ തൻ്റെ അപ്പന്റെ കാലത്ത് ഹല്ലേലൂയ രാജസന്നിധിയിൽ നിന്ന വൃദ്ധന്മാരോട് ആലോചന ചോദിപ്പാൻ കടന്നുപോയി. വായിച്ചാലും അത് അവൻ അവരോട്, നിങ്ങൾ പോയി 3 ദിവസം കഴിഞ്ഞിട്ട്
വീണ്ടും എന്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ജനം പോയി. രഹബയാം രാജാവ് തന്റെ അപ്പനായ ശലോമോന്റെ ജീവകാലത്ത് അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് എന്തുത്തരം പറയണമെന്ന് നിങ്ങൾ എന്താലോചന പറഞ്ഞു തരണമെന്ന് ഒരു ആലോചന ചോദിച്ചു ശലോമോൻ രാജാവിന്റെ മകൻ. അതിനവർ അവരോട് ഇന്ന് ഈ ജനത്തെ വഴിപ്പെട്ട് അവരെ സേവിച്ച് വഴിപെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ. ആമേൻ. അവിടെ വൃദ്ധന്മാര് പറയുന്ന കാര്യമാണ്. അനുഭവവും ദൈവ ആമേൻ ബോധവുമുള്ള വൃദ്ധന്മാര് പറയുന്ന കാര്യമാണ് ശലോമോന്റെ മകനോട്. നീ അവരെ വഴിപെട്ട് അവരുടെ വഴിക്ക് ആമേൻ ഹല്ലേലൂയ ദൈവവഴി എന്തിനാണ്? സേവനം ചെയ്യുക. അവര് വഴിപെട്ട് അവരോട് സേവിക്കണം. അവരുടെ വഴിക്ക് ദൈവം നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും. ഒരു ആലോചന പറയുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ ആലോചനയെ മറുത്ത് ശലോമോന്റെ മകനാകുന്ന രഹബയാം തന്നോടുകൂടെ വളർന്ന ബാല്യക്കാരുടെ അടുക്കലേക്ക് പോകുവാനിടയിൽ തീർന്നു. എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ച് തന്നോടുകൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു എന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മുഖഭാരം കുറച്ചു തരേണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്ത് ആലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു. അവനോട് വളർന്നു വന്നിരുന്ന യൗവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വച്ചു, നീ അത് ഞങ്ങൾക്ക് ഭാരം കുറിച്ചു തരണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട് എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. ഹല്ലേലൂയ. മതി, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ശലോമോൻ രാജാവ് തന്നോട് കൂടെ വളർന്ന ഹല്ലേലൂയ ബാല്യക്കാരോടത്ത് ആലോചന ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹല്ലേലൂയ അങ്ങനെയൊന്നും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല, ഇത് രാജനിയമപ്രകാരമുള്ളതാണ്. ഹല്ലേലൂയ കരവും നീതിയൊന്നും കിട്ടിയില്ലേ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല, ആയതുകൊണ്ട് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല, കൂട്ടുമെന്ന് പറയുവാൻ പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടു. ശലോമോന്റെ മകൻ ഇഷ്ടപ്പെട്ടിട്ട് ഇസ്രായേലിനോട് ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും ഹല്ലേലൂയ 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം എന്തായി എന്ന് രാജാവിനോട് ചോദിച്ചതിന് ഹല്ലേലൂയ ശലോമോന്റെ മകൻ പറഞ്ഞു, ആമേൻ അപ്പൻ ആമേൻ എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖങ്ങളെ വച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുഖത്തിന് ഭാരം കൂട്ടും. എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചെങ്കിൽ ഞാനോ തേളുകൊണ്ട് ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഉത്തരം ചെന്ന് ഇസ്രായേൽ മക്കളോട് പറയുവാനിടയിൽ തീർന്നു. ഇസ്രായേൽ മക്കളുടെ ഹല്ലേലൂയ 10 ഗോത്രത്തിന്റെ രാജാവായി ഇപ്പോൾ ഇരിക്കുന്നത്, ഹല്ലേലൂയ അവരെ നയിക്കുന്നത് 10 ഗോത്ര 2 ഗോത്രത്തിന് മാത്രമേ ഇവിടെ യെരൂശലേമിനെ ചുറ്റിപ്പറ്റിയുള്ള 2 ഗോത്രം മാത്രമേ ഇവിടെ ഇപ്പോൾ ശലോമോന്റെ അടുക്കലുള്ളൂ. ബാക്കി 10 ഗോത്രം മുഴുവനും ഹല്ലേലൂയ യൊരബയാമിന്റെ കൂടെയാണ്, യൊരബയാമിന്റെ പക്ഷക്കാരാണ്. ഹല്ലേലൂയ ആമേൻ. നീതി ഭാരം കുറച്ചു തരണമെന്നുള്ള വാദഗതിക്കാരാണ്. അങ്ങനെ 3-ാം ദിവസം ആമേൻ രഹബയാമിന്റെ അടുക്കല് യൊരബയാമും 10 ഗോത്രക്കാരും അങ്ങനെ വരുവാനിടയിൽ തീർന്നു. ഞാൻ പറയാം, വരുവാനിടയിൽ തീർന്നു. അങ്ങനെ ശലോമോൻ രാജാവിന്റെ മകനോട് യൊരബയാമിനോട് ഞങ്ങൾ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിച്ചതിന് ആമേൻ അവൻ മറുപടി പറഞ്ഞതാകുന്നു. രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു. നിങ്ങള് നികുതിയൊന്നും കുറയ്ക്കത്തില്ല, കരം കുറയ്ക്കത്തില്ല, മാക്സിമം കൂട്ടാനേ ഞങ്ങൾ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിന് ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ ആമേൻ ശലോമോന്റെ മകൻ രഹബയാം തങ്ങളുടെ ആവശ്യം പരിഗണിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും അവരെ വിട്ട് പോകുവാനിടയിൽ തീർന്നു. ആമേൻ. ഇസ്രായേൽ മക്കളും ഹല്ലേലൂയ ആമേൻ രഹബയാമും നബോത്തിന്റെ മകനാകുന്ന യൊരബയാമും പറഞ്ഞത്, ദാവീദേ നിന്റെ കാര്യം നിങ്ങൾ നോക്കുക, ഞങ്ങൾക്ക് നിങ്ങൾക്കും ആമേൻ ആമേൻ എന്ത് അധികാരം, എന്ത് അവകാശം, എന്ത് ഓഹരി, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക, ഞങ്ങളിതാ പോകുന്നു. അവരന്ന് ഓടിപ്പോയി കേട്ടോ.
10 ഗോത്രം ഇസ്രായേൽ 10 ഗോത്രം അന്ന് ഓടിപ്പോയി. ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന്, അവന്റെ മകന്റെ സന്നിധിയിൽ നിന്ന്, രഹബയാവിന്റെ സന്നിധിയിൽ നിന്ന് രാജസന്നിധി ഓടിപ്പോയി. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇങ്ങനെ ഇപ്രകാരം സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതില് അവൻ 10 ഗോത്രം ഓടിപ്പോയി. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ആമേൻ, ഓടിപ്പോകാത്ത യെരുശലേമിലൊക്കെ പാർത്തിരുന്ന കുറെ പേര് ശലോമോന്റെ മകനെ രാജാവാക്കുവാനിടയിൽ തീർന്നു. എന്നാൽ ഓടിപ്പോയ 10 ഗോത്രക്കാര് നെബോത്തിന്റെ മകനാകുന്ന യൊരബയാവിനെ രാജാവാക്കുവാനിടയിൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ, ആമേൻ, രഹബയാം ആണ് യെരുശലേം ഭരിക്കുന്നത്. തന്റെ ഊഴിയവേലക്കാരെ ഇസ്രായേൽ മുഴുവനുമായി പിരിക്കുവാൻ വേണ്ടി, നികുതി പിരിക്കുവാൻ വേണ്ടി അയച്ചു എന്ന് കാണുവാനിടയിൽ തീർന്നു. അതിന്റെ നടുവില് ഇസ്രായേൽ, ആമേൻ, ആ നികുതി പിരിക്കുന്നവരെ കല്ലെറിഞ്ഞു, കൊന്നുകളഞ്ഞു എന്ന് ആ ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം ശലോമോന്റെ മകൻ രഹബയാം അവരുടെ യോദ്ധാക്കളേക്ക് ചേർത്തുകൊണ്ട് 10 ഗോത്രത്തോട് യുദ്ധത്തിന് പോയി. ഹല്ലേലൂയ എന്ന് ദൈവവചനം എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് ഒക്കെ സംഭവിക്കുമ്പോൾ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ, രാജാക്കന്മാരുടെ കാലത്ത് ഇപ്രകാരം 10 ഗോത്രം ഓടിപ്പോകുന്നതിനെ കുറിച്ച് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 12:15 മുതൽ 20 വരെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. യഹോവ ശീലോമ്യനായ അഹിയാവ് മുഖാന്തരം നെബോത്തിന്റെ മകനാകുന്ന യൊരബയാവിനോട് അരുളി ചെയ്ത വചനം നിവർത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയാൽ സംഭവിച്ചതാണ് കേട്ടോ ദൈവമക്കളെ. ഈ കാര്യം യഹോവയാലാണ് സംഭവിച്ചിരിക്കുന്നത്. 10 ഗോത്രം ഓടിപ്പോയതിന്റെ കാരണം അത് യഹോവയാൽ സംഭവിച്ചു. യഹോവയുടെ ഹിതമല്ല ഈ രാജാക്കന്മാരുടെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സേവനമല്ല, വേതനമല്ല, കരംപിരിയുടെ ഉസ്താദുമാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവം അവരെ കൈവിടുവാനിടയിൽ തീർന്നു. യഹോവയുടെ ഹിതം പോലെയാണ് ഇപ്പോൾ 10 ഗോത്രക്കാർ ഓടിപ്പോകുവാനിടയിൽ തീർന്നത്. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ ദൈവമക്കളെ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെയും ആമേൻ, അങ്ങനെ 10 ഗോത്രം ഓടിപ്പോയിരിക്കുകയല്ലേ. ഇപ്പോൾ ശലോമോന്റെ മകനോട് കൂടെ 2 ഗോത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ 10 ഗോത്രത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ തൻ്റെ ചാർച്ചക്കാരെ യുദ്ധസന്നദ്ധരാക്കി യുദ്ധത്തിന് പുറപ്പെട്ടു പോകുവാനിടയിൽ തീർന്നു. 10 ഗോത്രത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി അങ്ങനെ പോയപ്പോഴാകുന്നു ദൈവം പിന്നെയും പ്രവാചകനെ ഇവിടെ വെച്ച് സംസാരിക്കുകയാണ്. മറ്റൊരു പ്രവാചകനെ, ദൈവപുരുഷനാകുന്ന 1 ശമൂവേലിന്റെ പുസ്തകം 12:21-24 വരെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ദൈവപുരുഷനാകുന്ന ശെമയ്യാവ് ശലോമോന്റെ മകനോട് പറഞ്ഞത് അവിടെ കാണുവാൻ കഴിയും. ദൈവപുരുഷനാകുന്ന ശെമയ്യാവ് പറഞ്ഞത് അവിടെ ഒന്ന് വായിച്ചാലും 12:21 മുതൽ 24 വരെ. ഉപകാരമില്ലാത്തവരെയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ 21 മുതലാണ്. 21 മുതൽ 12:21 മുതൽ 1 ശമൂവേൽ അല്ല 1 ശമൂവേൽ 1 രാജാക്കന്മാർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. രാജാക്കന്മാർ 12:21 മുതൽ 24 വരെ. അവിടെ ദൈവപുരുഷനാകുന്ന രഹബയാം യെരൂശലേമിൽ വന്ന ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് യുദ്ധം ചെയ്ത്
ആ രാജ്യത്വം ശലോമോന്റെ മകനായ രെഹബെയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് അവൻ യഹൂദ ഗൃഹം മുഴുവനിലും ബെന്യാമീന്റെ ഗോത്രത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ 1,80,000 പേരെ ശേഖരിച്ച് ദൈവപുരുഷനായ ശെമയ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ ശലോമോന്റെ മകനായ യഹൂദ രാജാവായ രെഹബെയാമിനോടും യഹൂദയുടെ ബെന്യാമിന്റെ സകല ഗൃഹത്തോടും ശേഷം ജനത്തോടും പറക, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധത്തിന് പുറപ്പെടരുത്. ഇത് ദൈവഹിതപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. മടങ്ങിപ്പോകും. നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധത്തിന് പോകരുത്, നിങ്ങൾ മടങ്ങിപ്പോകണം. ഈ കാര്യം നടന്നിരിക്കുന്നത് എന്റെ ഹിതമാണ്, ദൈവഹിതമാണ്. 10 ഗോത്രം ഓടിപ്പോയതിന്റെ കാരണം ദൈവഹിതമാണ്. ദൈവഹിതമല്ലാത്തത് ഹല്ലേലൂയ ആമേൻ രാജാക്കന്മാരുടെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാകുന്നു ഇസ്രായേൽ ഓടിപ്പോയത്. അങ്ങനെ അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് യഹോവയുടെ കൽപ്പന പ്രകാരം മടങ്ങിപ്പോയി. അങ്ങനെ ശലോമോന്റെ രാമേൻ ഹല്ലേലൂയ ആമേൻ മകനും അവരുടെ യുദ്ധ പടയാളികളും മടങ്ങിപ്പോയി എന്നാണ്. ഇത് ദൈവത പ്രകാരമാണ് സംഭവിച്ചിരിക്കുന്നത്. യുദ്ധത്തിന് പോകരുത്, നിങ്ങളുടെ സഹോദരന്മാരാണ്. അങ്ങനെ 10 ഗോത്രം അന്ന് ശലോമോന്റെ രാജാവിനെ, ശലോമോന്റെ മകനാകുന്ന രെഹബെയാമിന്റെ ആക്കാതെ 10 ഗോത്രം ഓടിപ്പോയി. അവരുടെ രാജാവാകുന്നു, ഓടിപ്പോയവരുടെ രാജാവാകുന്നു നെബോത്തിന്റെ മകനാകുന്ന യൊരോബെയാം. ആമേൻ ആമേൻ. ആ കാലത്തൊക്കെയും അതുവരെ ആമേൻ. എന്നാൽ ഇസ്രായേലിന്റെ രാജാവായിട്ട് രെഹബെയാം, ശലോമോന്റെ മകനാകുന്ന രെഹബെയാം. എന്നാൽ ഓടിപ്പോയവരുടെ രാജാവ് യൊരോബെയാം. എന്നാൽ യൊരോബെയാമിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു കേട്ടോ. ദൈവമാണ് അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. ദൈവഹിതമാണത്. ദൈവത പ്രകാരമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ ആമേൻ ആ യൊരോബെയാമിന്റെ ജീവിതത്തിൽ പിന്നീട് യൊരോബെയാം ബൈബിൾ ചരിത്രത്തിൽ ആമേൻ തെറ്റിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുവരെ ആമേൻ ദൈവഹിതം ചെയ്തുകൊണ്ടിരുന്നു. ദൈവജനത്തിനു വേണ്ടിയും ആമേൻ ദൈവത്തിനു വേണ്ടിയും പൊരുതി നിൽക്കുവാനിടയായി തീർന്നു യൊരോബെയാം. എന്നാൽ ആ കാലത്തിനു ശേഷം ആമേൻ ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ വീണ്ടും ആമേൻ ശലോമോന്റെ മകനോട് പക്ഷം ചേരുമെന്നുള്ള ഒരു ഭയം കൊണ്ട് അവരങ്ങോട്ട് പോകാതിരിക്കുവാൻ, തന്നോട് കൂടെയുള്ള 10 ഗോത്രം അങ്ങോട്ട് പോകാതിരിക്കുവാൻ വേണ്ടി അവരുടെ 10 ഗോത്രത്തിന് വേണ്ടി ആമേൻ ചില ബിംബങ്ങളെയൊക്കെ സ്ഥാപിച്ച് 2 സ്ഥാപിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ ദൈവഭോഗം അവന് മേൽ വരുവാനിടയിൽ തീർന്നു. അവൻ വഴിതെറ്റി. അതുവരെ ദൈവഹിതം ചെയ്തു, പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വഴിതെറ്റി, ബിംബാരാധനകളെ പഠിപ്പിച്ചു. അങ്ങനെ 10 ഗോത്രം ഇന്നും ഭൂതലത്തില് ഹല്ലേലൂയ ആമേൻ വഴിതെറ്റിയവരായി നിൽക്കുകയാണ് കേട്ടോ. ബിംബാരാധനകളെ നടത്തി ഈ കരമാണ്, ഈ നികുതിയാണ് ഇസ്രായേൽ മുഴുവൻ ചിതറിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പെന്തക്കോസ്തുകാരെ ഭയപ്പെടുന്നതിന്റെ കാര്യം, പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ആള് വരാത്തതിന്റെ കാരണം ഈ നികുതി ഭാരം നിമിത്തമാണ്. നികുതി പിരിക്കുന്നത് കൊണ്ടാകുന്നു. ആമേൻ. നികുതി പിരിച്ച് ബലാത്കാരം ചെയ്യുന്നത് കൊണ്ടാകുന്നു ഇന്ന് ജനം പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് വരാത്തത്. പേടിച്ച് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ നമ്മൾ നോക്കിയാൽ കാണും, പിടുങ്ങുവാൻ വേണ്ടി ഓരോരുത്തർ പറയുന്നത് സാധുക്കളെ പിടുങ്ങുന്നവരെന്നാണ് പെന്തക്കോസ്തുകാരെ പറയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? സേവനം ചെയ്യുക, നിങ്ങൾക്ക് ലഭിക്കേണ്ട ലഭിക്കും. അല്ലെങ്കിൽ അതിനപ്പുറത്ത് വേതനത്തിന് ജോലി ചെയ്യുക. ആമേൻ. ഒന്നുകിൽ സേവനം ചെയ്യുക. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്, കൂലി കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല. കൂലിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ജോലി ചെയ്യരുത്. എന്നാൽ ലോകപ്രകാരം 10 ഗോത്രം ഓടിപ്പോയ യൊരോബെയാമിനെ രാജാവാക്കിയ ആ ജനം 10 ഗോത്രം ഇന്ന് ലോകത്തിൽ കിടക്കുകയാണ്. അവര് ആമേൻ അവരുടെ പുരോഹിതന്മാർക്ക് കൂലി കൊടുത്തുകൊണ്ട് വരികയാണ്. കൂലി അവിടെ ഈ നികുതിയൊന്നും പിരിക്കുന്നില്ല, നികുതി പിരിക്കുന്നില്ല. അവിടെ നികുതിയില്ല. നിങ്ങൾക്ക് പ്രാപ്തി പോലെ ഉണ്ടെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സൊരുക്കം പോലെ കൊടുക്കാം. അവിടെ ബലാത്കാരമില്ല,
പിടിച്ചു പറയുമൊന്നുമില്ല. അവിടെ സഭകൾക്ക് വളർച്ചയുണ്ട്. ബിംബാരാധനയായാലും വളർച്ചയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബിംബാരാധന എന്തായിരിക്കും? ബിംബാരാധന ദൈവരാജ്യം നടക്കുവോ? അങ്ങനെ തെറ്റിപ്പോയൊരു കൂട്ടമാണ് അനേക സഭകൾ, വർണ്ണങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ. ഇന്ന് പുറത്ത് കിടക്കുകയാണ്. അവരെയൊക്കെ കർത്താവ് മടക്കി വരുത്തുമെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് നേരിട്ട് ഭരണം ചെയ്യുമെന്നാണ് ഈ രാജ്യം, ഈ ദൈവരാജ്യം. ദൈവം വീണ്ടും ഓടിപ്പോയവരെ, ചെതറിച്ചവരെ. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത്, യേശു ലോകത്തിൽ നിന്ന് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അങ്ങനെ ഓടിപ്പോയവർ അനേകര് യേശുവിൻ്റെ പിറകെ വന്ന് കേട്ടോ. ചിന്നിയവരും യേശു അവരെ കണ്ടിട്ട്, ചിന്നിയവരും ചെതറിയവരും കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞു. രാജാക്കന്മാരുടെ കാലത്ത് ചിന്നിയവർ, ചെതറിയവർ, രാജാക്കന്മാരുടെ കട്ടി ഉപദേശം കേട്ടിട്ട്. ഞാനൊരു സഭയിൽ മുൻപേ ഇരിക്കുമ്പോൾ അവിടെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: കട്ടി ഉപദേശം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നത് എൻ്റെ ഭാരം, എൻ്റെ മുഖം ലഘുവും ഭാരം മൃദുവും എന്ന് പറയാണ്. ഒരു രാജാക്കന്മാർ, ഇവിടുത്തെ പെന്തക്കോസിലെ രാജാക്കന്മാര് നമ്മ കട്ടി ഉപദേശം വിട്ടിട്ടില്ല. രാജാക്കന്മാരെന്ത് പറയാണ്? കട്ടി ഉപദേശം. നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ പാലല്ല വിളമ്പുന്നത്, ഇറച്ചിയും മുട്ടയും കട്ടിയും ആണ്. നിങ്ങൾ അത്രയും വളർന്നിരിക്കുകയാണ്. എത്ര പേരെന്നറിയാം സഭകളിൽ നിന്ന് ഓടിപ്പോകുന്നത്. ദൈവം നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്നു ന്യായാധിപന്മാരുടെ കാലം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം രാജാക്കന്മാരുടെ കാലം വന്നു. ഹല്ലേലൂയ. ദൈവസഭകളൊക്കെ ഇപ്രകാരമായി തീരുവാൻ. ആ കാലത്തിലാണ് ഈ ബിംബാരാധന മുഴുവനും തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക സഭകൾ, അനേക നാമധേയ സഭകൾ, പ്രൈസ് ദി ലോർഡ്, പെറ്റുപെരുകിയിരിക്കുകയാണ്. ഇന്ന് പെന്തക്കോസ്ത് സഭകൾ എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നമാണ് അവർക്ക്. പെന്തക്കോസ്ത് സഭയോ ഒടുങ്ങുന്നവരെ കൂട്ടം എന്നാണ് പറയുന്നത്. ഒടുങ്ങുന്നവരെ കൂട്ടം. ആമേൻ. പെന്തക്കോസ്ത് കൂട്ടം ഇന്ന് അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്, പരിഹസിക്കപ്പെട്ടിരിക്കുകയാണ്, നിന്ദിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭ ആരാണ്? പെന്തക്കോസ്ത് കൂട്ടമാണ്. ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് പോരായ്മകൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആമേൻ ഈ പെന്തക്കോസ്ത് കൂട്ടത്തിനകത്ത് ആള് വരാൻ ഭയക്കുന്നു. നമ്മൾ ഈ ന്യായങ്ങളെ തിരിച്ചറിയാതെ ശുശ്രൂഷിച്ചാൽ, തന്റെ ദൈവത്തിന്റെ ജനത്തെ പരിപാലിച്ചാൽ ജനത്തിന് നിലനിൽപ്പില്ല കേട്ടോ. ആമേൻ. ഇതൊരു അതുകൊണ്ടാണ് ദൈവം എന്ന കർത്താവ് പറഞ്ഞത്, എന്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു, നിങ്ങൾ വാണിഭശാലയാക്കി തീർത്തു. ഹല്ലേലൂയ. തീർത്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. വാണിഭശാലയല്ല, ആമേൻ, സേവനമായി തുടരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആമേൻ മുറിഞ്ഞവരെയും മുറിഞ്ഞമേൻ വീണവരെയും തളർന്നവരെയും തകർന്നവരെയും മുറിവ് കെട്ടുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിച്ചാട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 12 മുതൽ 12-ന്റെ 17 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. അവിടെ ഈ രാജാക്കന്മാരെ ജനത്തിന് രാജാക്കന്മാരെ ജനത്തിന് രാജാവാക്കിയത് കൊണ്ട് അവിടെ ആമേൻ ജനത്തിന് വന്ന അനർത്ഥങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവർക്കുണ്ടായിരിക്കുന്ന ദോഷത്തെ കുറിച്ച് വായിച്ചാലും ശമൂവേൽ പറയുന്ന കാര്യമാണ്. ആമേൻ. ഇസ്രായേലിനെ ആമേൻ ദൈവത്തിന്റെ ഭരണം വിട്ട് ആമേൻ രാജാവിനെ വാഴിച്ചു കൊടുത്തത് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളെ കുറിച്ചാണ് താഴെ എഴുതിയിരിക്കുന്നത്, ദോഷങ്ങളെ കുറിച്ച്. ശമൂവേൽ ആമേൻ ഇസ്രായേലിനോട് മുഴുവനും പറയുകയാണ്. വായിച്ചാലും ഇത് ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ, ഞാൻ യഹോവയോട് അപേക്ഷിക്കും, അവൻ ഇടിയും മഴയും അയക്കും, നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കയാൽ, നിങ്ങൾ ഒരു രാജാവിനെ എന്ന് ശമൂവേൽ ഇസ്രായേൽ മക്കളോട് പറയണം. നിങ്ങൾ ഒരു രാജാവിനെ, ദൈവം രാജാവായി ഇരിക്കവേ
നിങ്ങൾ വേറൊരു രാജാവിനെ ചോദിക്കുകയാൽ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. നിങ്ങൾ ഇപ്പോൾ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം രാജാക്കന്മാരെ ജനം ചോദിച്ചത് കൊണ്ട്, വഴിതെറ്റിക്കുന്നവരെ ചോദിച്ചത് കൊണ്ട് ദൈവം കോപിച്ചിട്ട് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമൂവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. അങ്ങനെ ഇടിയും മഴയും ഒക്കെ കണ്ടപ്പോൾ ദൈവകോപം കണ്ടപ്പോൾ യഹോവയെയും ശമൂവേലിനെയും ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ഏറ്റവും ഭയപ്പെട്ട ഒന്നാണ്. അതിന് താഴോട്ട് വായിച്ചാലും ജനമെല്ലാം ശമൂവേലിനോട് അടിയങ്ങൾക്ക് വേണ്ടി അടിയന്റെ വായിച്ചാലും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ശമൂവേലിനോട് അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾ മരിച്ചു പോകരുതേ. ഞങ്ങൾ ഒരു ജനം പറയാണ്, ഞങ്ങൾ ഒരു രാജാവിനെ അപേക്ഷിച്ചത് കൊണ്ട് ഞങ്ങളുടെ സകല പാപങ്ങളോടും ഈ ഒരു ദോഷവും കൂടി കൂട്ടിയിരിക്കുകയാണെന്ന് പറയാനിടയിൽ തീർന്നു. ഞങ്ങളുടെ ഇസ്രായേലിന്റെ സകല ഒരു രാജാവിനെ സൈന്യങ്ങളുടെ യഹോവ ഞങ്ങൾക്ക് രാജാവായിരിക്കെ ലോകപ്രകാരം ഒരു രാജാവ് വേണമെന്ന് ഇസ്രായേൽ മക്കള് ചോദിച്ചത് നിമിത്തം ആമേൻ ഞങ്ങളുടെ സകല പാപങ്ങളോടുകൂടെ ഈ ഒരു ദോഷവും കൂടി കൂട്ടിയിരിക്കുന്നു എന്ന് പറയാനിടയിൽ ആമേൻ. ഒരു ദോഷവും കൂടി കൂട്ടി. ദോഷമാണ്, ഗുണമല്ല. രാജാക്കന്മാരുടെ കാലം. ജനം ഇപ്പൊ എവിടെയാണ്? ജനം എല്ലാവരും ദൈവസന്നിധിയിലുണ്ടോ? 10 ഗോത്രം ഓടിപ്പോയിരിക്കുകയാണ്. 10 ഗോത്രം പുറത്താണ്. അതിനെയൊക്കെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. മുറിഞ്ഞതും വീണതും ഓടിപ്പോയതും കാണാതെ പോയതും അവരെയൊക്കെ തെരഞ്ഞു രക്ഷിപ്പാണ് കർത്താവ് ലോകത്തിൽ വന്നത്. ഇവിടെ എന്താ ന്യായം നടക്കുന്നത്? ശലോമോന്റെ ശമൂവേലിന്റെ കാലത്തില് ശരിയായ ന്യായപാലനം നടന്നു. പിന്നത്തേതിലൊക്കെ താളം തെറ്റി. പിന്നെ ഇപ്പൊ ക്രിസ്തുവിന്റെ കാലത്തില് ഹല്ലേലൂയ ആമേൻ ശരിയായ ന്യായപാലനം ആമേൻ ദൈവം എന്ന കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ കാലത്തിൽ യോഹന്നാന്റെ നാൾ മുതല് ഈ കാലത്തില് ശരിയായ ന്യായപാലനം കർത്താവ് ആഗ്രഹിക്കുകയാണ്. എങ്കിലും പഴയതും പുതിയതുമായി ഇപ്പോഴും ഇടകലർന്നിരിക്കുന്നതായി ദൈവം പറയുകയാണ്. പഴയതും പുതിയതുമായി, പഴയ ഉപദേശവും പുതിയ ഉപദേശവുമായി ഇടകലർന്നിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. കർത്താവ് പറഞ്ഞെന്താണ്? ആമേൻ ഹല്ലേലൂയ. കളിമണ്ണും ഇരുമ്പും ചേർന്ന് ഇടകലർന്നിരിക്കുന്നു. നിങ്ങൾ ഒന്നുകിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒന്നുകിൽ ഉഷ്ണവാൻ അല്ലെങ്കിൽ ശീതവാൻ, രണ്ടും കിട്ടവനായിരുന്നാൽ എന്റെ വായിൽ നിന്ന് ഊന്ന് കളയുന്നു. പലരും ഊന്ന് കിടക്കുന്നതുകൊണ്ടാണെന്ന് പ്രവൃത്തികളില്ല, ഒരു ദൈവപ്രവൃത്തിയും ഇല്ല. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമില്ല, വെറുതെ ജൽപ്പനം ചെയ്തു പോകുകയാണ്. സഭകൾ നടത്തുന്നുണ്ട്, ആള് കൂടുന്നുണ്ട്, ആഡംബരം കാണിക്കുന്നുണ്ട്, വാദ്യഘോഷമുണ്ട്. ആമേൻ. ഇതൊക്കെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ആമേൻ. ദൈവത്തിന്റെ കൽപ്പനകളെ, യഥാർത്ഥമായ കൽപ്പനകളെ അനുസരിക്കാതെ ലോകത്തിന്റെ കൽപ്പനകളെ പ്രകാരം ലോകം മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ദൈവപ്രകാരം മുമ്പോട്ട് പോകാതെ ആരും രക്ഷപ്പെടൂല കേട്ടോ. കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവനും രക്ഷപ്പെടൂല. ആമേൻ. ശരിയായിട്ടുള്ളത് ദൈവജനം കേൾക്കണം, കേൾപ്പിക്കണം. ഹല്ലേലൂയ. ദൈവഗീതം എന്താണ്? സേവനം. നീ സേവനം ചെയ്യണം. നിനക്ക് വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ, അവന് കൂലി ലഭിക്കും നിശ്ചയം. ഇന്ന് ദൈവമക്കളാരും കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ആർക്കും ഭക്ഷണമൊന്നും ഇല്ലാതെ ഇരിക്കുന്നില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തെ നമ്മൾ ദൈവത്തിന് ഒരു നാളില് കണക്ക് കൊടുക്കേണ്ടി വരും. ഈ ജനത്തിന് അനേകർ തെറ്റിച്ച്, ദൈവം പറഞ്ഞെന്താണ്? അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കും. കഴിയും കള്ളപ്രവാചകന്മാർ വന്ന് അനേകർ തെറ്റിക്കും. പടപടായി പറഞ്ഞുകൊണ്ട് വരും. ഇത് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അനേകർ തെറ്റിപ്പോവും. അത് കേൾക്കുമ്പോ, ആ ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ ഇത് ശരിയെന്ന് തോന്നിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കരുത്. ആമേൻ. അവിടെ ഇവിടെയും ഒക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ കാണിക്കും.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആമേൻ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിക്കും. കർത്താവിൻ്റെ വൃദ്ധന്മാരെ കൂടി തെറ്റിക്കും. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഞങ്ങൾ നിങ്ങളോട് ആമേൻ ദൈവാത്മാവ് ഇന്നലെ രാത്രി മെനഞ്ഞാന്നായിട്ട് പറഞ്ഞ ഒരു ആലോചനയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്. ദൈവാത്മാവ് തന്നത്, കർത്താവ് പറയുവാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ നടുവിൽ ഞാൻ പറയുന്നത്. ആമേൻ. ഈ ആലോചന ആമേൻ നമ്മൾ മാത്രമല്ല, ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതെന്നും എന്തേക്കും നിലനിൽക്കുന്നത് കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. നാളെയും മറ്റന്നാളെയും യൂട്യൂബിൽ കൂടി നോക്കിയാൽ നമുക്കത് കേൾക്കുവാൻ കഴിയും. നമ്മളിവിടെ എന്താ ചിന്തിക്കുന്നതെന്ന്, ഇസ്രായേൽ മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ എന്താ പഠിപ്പിക്കുന്നതെന്ന്, എങ്ങനെയാണ് നടത്തുന്നതെന്ന്, സേവനമാണോ വേദനമാണോ കരമാണോ, ഏതാണ് ശരി? നിങ്ങളിതിൻ്റെ പറയുകയും ആമേൻ. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് നിരസിക്കുന്നില്ല. നിങ്ങൾ വീണവരാണോ, തളർന്നവരാണോ, നുറുങ്ങിയവരാണോ? ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ വിടിവിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുവാനിടയിൽ തീർന്നു. ആമേൻ. കർത്താവിന് ഇനിയും നമ്മോട് സംസാരിക്കാനുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഈ സന്ദേശത്തിനിടയിൽ കറണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ തന്നെ ദൈവമെന്ന കർത്താവ് നമ്മളോട് സംസാരിക്കും, ഇനിയും സംസാരിക്കും. നമുക്ക് ദൈവശബ്ദം കേൾക്കാം. കേട്ട ആലോചന കർത്താവെ ഈ ആത്മാക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെപ്പാ. ഇനിയും തൻ്റെ ജനത്തെ ആരും തെറ്റിച്ച് കളയാതിരിപ്പാൻ, തൻ്റെ മക്കളെ ആരും അപകരിച്ച് കളയാതിരിപ്പാൻ യേശുവേ അവരെ ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം, ആട്ടിൻകൂട്ടങ്ങളെ ഒന്നും ആരും അപകരിച്ച് കളയാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവാനും ലോകത്തിനുള്ളത് ലോകത്തിൽ കൊടുക്കുവാനും ദൈവം ഓരോരുത്തരെ പ്രാർത്ഥനയാക്കി തീർക്കണമേ. നിന്റെ സഭയ്ക്ക് ദൈവത്തിനുള്ളത് മതി. ആമേൻ. കർത്താവ് പറഞ്ഞ അല്പത്തിൽ വിശ്വസ്തരായിരിക്കുക, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ആമേൻ. ഭക്തൻ പറയുന്നു, സമാധാനപ്രിയനോടുകൂടെ അല്പം തണ്ണീര് മതി. നിങ്ങൾ പ്രത്യാശിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോട് സംസാരിച്ചതിനായി നന്ദി. ഹല്ലേലൂയ. വിരാമത്തിലേക്ക് നമുക്ക് പോകാം. വിരാമത്തിലേക്ക് പോവുകയാണല്ലോ. യേശുവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചാലും ഈ സന്ദേശം കേട്ട മുഴുവൻ പേരെയും അനുഗ്രഹിച്ചാലും ഹല്ലേലൂയ, അവരുടെ നന്മകളാൽ അവരെ നിറയ്ക്കണമേപ്പാ. യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. നമുക്കൊരു പാട്ട് കൂടെ പാടി ഭാഗ്യനാട്ടിൽ പോകാം. ഭാഗ്യനാട്ടിൽ ചെന്ന് ആമേൻ ശുദ്ധരോടൊത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം എന്ന്. സ്തോത്രം. ഭാഗ്യനാട്ടിൽ ചെന്ന് ഈ സേവനം ചെയ്യാം. സേവനം ചെയ്ത് ഞാൻ മാർവോട് അണഞ്ഞിടുമേ എന്നുള്ള പാട്ടിന്റെ വരികൾ